അപ്പോഴേ നമുക്ക് വെല്ലുമ്പലത്തിലോട്ട് പോയാലോ. അതായത് ഇന്ന് വെല്ലുമ്പലത്തില് ദശാവതാര ചാർത്തിന്റെ 8ാമത്തെ ദിവസമാണ്. അപ്പത്തേക്കിനും നമ്മളിത് അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോ അണ്ടർ യമണ്ടൻ മഴ, എന്താ പറയാ, കറക്റ്റ് സമയത്ത് അങ്ങോട്ട് പെയ്തു ഗൈസ്. അപ്പൊ ഞാൻ എന്നും അമ്പലത്തിൽ പോകുന്നതാണ്, പക്ഷെ ഇന്ന് നിങ്ങൾ പോകുന്നത് കാണിക്കാന്ന് വിചാരിച്ചു. 1 മണിക്കൂറായിട്ട് മഴ തീരാത്തതുകൊണ്ട് 3/4 മണിക്കൂറായപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി ഗൈസ്. അമ്പലത്തിൽ ചെന്നപ്പോൾ അണ്ടർ അവിടെ നിറച്ചും വെള്ളം. അങ്ങനെ വെള്ളത്തിൽ കൂടെ ചവിട്ടി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചുറ്റും നോക്കുകയാണ്, എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? പക്ഷെ ആരും നോക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീഡിയോ എടുത്തതാണ്. അമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് പോവാണ് ഗൈസ്. അപ്പൊ അമ്പലത്തിന് വാതിക്ക് അവിടെ പച്ച മലയാളത്തിലും പച്ച ഇംഗ്ലീഷിലും പച്ച തമിഴിലും എഴുതിയിട്ടുണ്ട്. അതായത് അമ്പലത്തിനകത്ത് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഗൈസ്. അത് ഇങ്ങനെ അവിടെ ചോറുണ്ടാനായിട്ട് പോയപ്പോൾ ആണ്ട്രാ ഭയങ്കര ക്യൂ. അങ്ങനെ ക്യൂ എല്ലാം നിന്നിട്ട് ഇത് ചോറ് വാങ്ങിച്ച് ഞാൻ അവിടെ അങ്ങോട്ട് ഇരുന്നപ്പോ എടാ എന്റെ തൊട്ടപ്പുറത്തിരിക്കും നമ്മുടെ സ്വന്തം ശിവ. ഈ ശിവ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ശേഷയുടെ അനിയത്തി. ഇനി ശേഷ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വീഡിയോക്കകത്ത് ഒരു കൊച്ചു കരഞ്ഞില്ലേ, സ്വന്തം അച്ഛനെയും അമ്മയുടെയും കല്യാണം കണ്ടിട്ട്. അണ്ട് ആ കൊച്ചിന് അനിയത്തിയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഈ കൊച്ചിന് അമ്മമ്മ, അതായത് എന്റെ സ്വന്തം അപ്പച്ചിയായിട്ട് വരും. അങ്ങനെ അങ്ങോട്ട് തിന്നോണ്ടിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മെയിൻ ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവൻ കൊണ്ട് നമ്മൾക്ക് കുറച്ച് എന്താണ് ലഡുവും ജിലേബിയും തന്നു ഗൈസ്. എന്ത് സ്നേഹമാടാ ഇവന്, ഇത്രയും സ്നേഹമാണെന്ന് തുടങ്ങി ആരത്തിലും ഇവൻ മുത്താണ് കേട്ടോ. വീണ്ടും വീണ്ടും കൊണ്ട് തന്നോണ്ടിരിക്കുകയാണെന്ന്. എന്ത് പറ്റിയ നേരത്തിൽ അപ്പൊ എന്തോ കാര്യം സാധിക്കാനുണ്ട്. എന്തായാലും നമുക്ക് വഴിയെ നോക്കാന്നേ. അപ്പോൾ നമ്മൾ എന്താണ് തിന്ന് പൊക്കോണ്ടിരുന്നപ്പോൾ പശുവൊക്കെ അവിടെ നിൽപ്പുണ്ട്. പശുവിനൊക്കെ നോക്കി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പശുവിനെയും കണ്ട് 5 തലയുള്ള പാമ്പിനെയും കണ്ട് സിംഹത്തിനെയും കണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം ഗൈസ്. അയ്യോ എന്താ പറയാ, മഴയൊക്കെ ഇപ്പോഴാണ് തീർന്നത്. അണ്ടാതെ ഇവര് പിന്നെയും നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇവരും പോവാണ്, നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. അപ്പൊ ബൈ ഗൈസ്.